താങ്കൾ കേരളത്തിന്റെ പൊതുമുതലാണ്. അപ്പൊ അതിനെയാണ് കൂടുതൽ നശിപ്പിക്കാനും കല്ലെറിയാനും തീ വയ്ക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത്. അങ്ങനെ ചില ആൾക്കാർ ചില ദുസ്വാതന്ത്ര്യം അതെ, ദുസ്വാതന്ത്ര്യം എന്നും വിളിക്കാം. കല്ല് പോലും താങ്കളുടെ മേത്ത് പതിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നന്ദി. ആ ചിരിയൊക്കെ മായ്ഞ്ഞു പോയി. അദ്ദേഹം ഈ ഒരു എമ്പുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ, ആ ഒരു സിനിമ ചർച്ചയായപ്പോൾ ഞങ്ങൾ നട്ടലുള്ള ഒരാളെ കണ്ടു. അത് കഴിഞ്ഞ് ആ ഒരു സിനിമയെ കുറച്ചാളുകൾ മാത്രം, ഒരു കോളിളക്കം പോലും സൃഷ്ടിക്കാൻ കേരളത്തിൽ കഴിയാത്ത കുറച്ചാളുകൾ എന്തോ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പേടിച്ച് മാളത്തിൽ ഒളിച്ചു. വല്ലാത്തൊരു മനുഷ്യനാണ് ലാലേട്ട നിങ്ങൾ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. എമ്പുരാൻ എന്ന സിനിമയിൽ ഇന്ത്യയിൽ കണ്ട ഒരു വലിയൊരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ, ഒരു വലിയ കലാപം ചൂണ്ടിക്കാണിച്ചപ്പോൾ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം റിലീസ് ചെയ്തപ്പോൾ, അത് കേരളത്തിനെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ BJPയും RSSും അതിനെ കൂട്ടുനിന്നു. എന്തിനു പറയുന്നു, ഒരുപാട് സിനിമാ മേഖലയിലുള്ള BJP പ്രവർത്തകർ അവരും കൂട്ടുനിന്നു. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നതാണ് എന്നുള്ള പച്ച നുണയും പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ. നിങ്ങൾ തിയേറ്ററിലോ എവിടെയെങ്കിലും കളിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ അതിനെ മറ്റൊരു കണ്ണുകൊണ്ടാണ് കണ്ടത്. ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും കേരളത്തിലുള്ള ജനതയ്ക്ക് കേരള ജനതയെ അറിയാം. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി നമ്മൾ ഒരു ചെറിയൊരു സാധനമാക്കി അങ്ങോട്ട് തട്ടിക്കളഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകൾ വരുമ്പോൾ, ഇന്ത്യയിൽ 2002 നടന്ന ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഇവർക്ക് പൊള്ളി. അതിന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെ? ലാലേട്ടൻ പേടിച്ചുകൊണ്ട് മുട്ടുമടക്കി, പൃഥ്വിരാജ് മുട്ടുമടക്കിയോ? എന്തൊക്കെയായാലും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും വലിയ രീതിയിൽ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നേരെ കോർണർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജിനെ ഒരു മൂലയിലേക്ക് ഇരുത്തി. അതിനെ ഒരു പ്രതികരണവുമായിട്ട് മല്ലിക സുകുമാരൻ വന്നു. മല്ലിക സുകുമാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് കേൾക്കേണ്ടത് തന്നെയാണ്. എന്താന്ന് വെച്ചാല് പൃഥ്വിരാജാണ് ഈ ചതി മുഴുവൻ ചെയ്തതെന്നും പറഞ്ഞ് പൊതുവായ ഒരു സംസാരം എല്ലായിടത്തുനിന്നും പല ഇതും വരുന്നുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ 2-3 ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോ എന്താണ് ഇപ്പൊ ഇവിടെ നിങ്ങളുടെ തന്നെ ന്യൂസിനകത്ത് പൃഥ്വിരാജ് പിന്തുണച്ചവരെ ചതിച്ചു. പൃഥ്വിരാജിനെ എങ്ങനെ പിന്തുണച്ചത്? ആകെ പിന്തുണച്ചത് ഈ പടമെടുക്കാൻ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പിന്തുണച്ചു അല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഇത്ര കണ്ട് പൃഥ്വിരാജ് ചെയ്ത തെറ്റാണ്. ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു. അപ്പൊ അവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചിലരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. കാരണം അങ്ങനെയാണ് ഇങ്ങനെ. പൃഥ്വിരാജിന് എവിടുന്ന് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട, കാശും വേണ്ട, അങ്ങനത്തെ ഒരു മോനല്ല. അങ്ങനല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത്. ഇവരവിടെ ഇരിക്കുന്നവരെല്ലാവരും കുടുംബനാഥന്മാരാണ്. അവരവരുടെ മക്കളെ ഇങ്ങനെ വളർത്തുവോ? ചതിയന്മാരായിട്ടും വഞ്ചകന്മാരായിട്ടൊക്കെ വളർത്തുക പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് എല്ലാവരെയും അറിയാം, വലിയ നേതാക്കന്മാർ തൊട്ട് ഇന്നലെ വന്ന പിള്ളേരെ വരെ എനിക്കറിയാം. എനിക്ക് ആരോടും പരാതിയില്ല, പരിഭവവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. അത് എല്ലാവർക്കും അറിയാം, ആ യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം, ലൈറ്റ് ബോയ്സ് തൊട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേജർ രവിയുടെ വല്ല കാര്യത്തിനാണോ, അതോ അദ്ദേഹം മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അനാവശ്യമായിട്ടാണ് മേജർ രവി മോഹൻലാലിന്റെ പക്ഷം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ മോഹൻലാൽ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ കണ്ടതാണ്. അടിപൊളി സിനിമ എന്നാണ് എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ്. പിന്നെ അതൊക്കെ അത് പ്ലേറ്റ് മാറ്റി. പിന്നെ BJPക്കാരുടെ ആ ഒരു ഉള്ളി കിടക്കുന്ന ആ ഒരു സാധനം വരുമല്ലോ, ആ സാധനം വെച്ചുകൊണ്ട് ആള് പറയാൻ തുടങ്ങി, ഇതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ലാലേട്ടനെ കുടുക്കിയതാണ് പൃഥ്വിരാജ് എന്നുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ചാണകം കോരിയിടുന്നത്. കൊള്ളാം. ഇനിയും നാളെ മുതൽ ഈ ഒരു പാർട്ടിക്കെതിരെ സിനിമ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചാണകം കോരിയിടും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരെ ഒരു സിനിമ ചെയ്ത ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ സിനിമയുടെയും തിരക്കഥാകൃത്തായിട്ടുള്ള മുരളി ഗോപി. അന്ന് ആ സിനിമയ്ക്ക് കത്രികയും വെച്ചില്ല, ഒന്നും വെച്ചില്ല. കാരണം അതൊരു ആർജവത്തോട് കൂടിയിട്ട് ആ ആദർശം മനസ്സിലാക്കിക്കൊണ്ട് സിനിമ പ്രദർശനത്തിലേക്ക് തന്നെ പോയി. അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഇവിടെയുള്ള രാഷ്ട്രീയ ഭരണകൂടങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു സിനിമയായിട്ടാണ്. പക്ഷെ നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് സിനിമ കഴിഞ്ഞതിന് ശേഷം ക്രിട്ടിസൈസ് ചെയ്യാം, അതിൽ യാതൊരു കുഴപ്പമില്ല, അതെല്ലാവർക്കും ചെയ്യാം.
അതിനർത്ഥം ഇന്ത്യ ഭരിക്കുന്ന ആളുകളെ കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നല്ല ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എല്ലാവരെ കുറിച്ചിട്ടും നമുക്ക് ഇന്ത്യ ഭരിക്കുന്ന എന്നല്ല, ഇന്ത്യയിലുള്ള ഏതൊരു മനുഷ്യനെ കുറിച്ചിട്ടും നമുക്ക് അഭിപ്രായം പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ സിനിമയുടെ മുന്നിൽ തന്നെ എഴുതി വെക്കുന്നു, ഇത് തികച്ചും യാദർശികമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ് എന്നുള്ളത്. ആ ഒരൊറ്റ പോയിന്റ് മാത്രം മതി ഇതൊക്കെ തകർക്കാം. പക്ഷേ പേടി ഉണ്ടാവാതിരിക്കില്ലല്ലോ. കുറച്ചുകൂടി സൗണ്ട് കേൾക്കാൻ കേട്ടോ, കേൾക്കാം. ല്ല അത്രയ്ക്കങ്ങ് അടച്ചാക്ഷേപിക്കരുത് എന്റെ മക്കളെ. ഞാൻ ജീവിച്ചിരിക്കുന്നവളോ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ അതുപോലെ. മല്ലിക, ഒരു സംശയം. ഇന്നിപ്പോ ഈ RSSന്റെ ഒരു മുഖപത്രത്തിൽ വന്നത് ഇത് പൃഥ്വിരാജിന്റെ സിനിമകളിൽ ആവർത്തിച്ച് രാജ്യത്തിനെതിരായ ആശയങ്ങൾ വരുന്നുണ്ട്. പൃഥ്വിരാജിന് രാഷ്ട്രീയമുണ്ടോ? ഞാൻ അങ്ങനെ അത്തരം ഇല്ല. പൃഥ്വിരാജ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊടി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല, നടക്കത്തുമില്ല. പൃഥ്വിരാജ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. അത് ഏത് പാർട്ടിക്കാർ ചെയ്താലും. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, ശരി കണ്ടാൽ അത് ഞാനും പറയും. എന്നോട് ആർക്കും വിരോധമില്ല. ഞാൻ ഇന്ന് ഭരിക്കുന്ന സർക്കാരിനോടും മുമ്പ് ലീഡറായിരുന്ന എന്റെ വലിയ ഗുരുനാഥൻ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിനോട്, ഇന്നത്തെ ശ്രീ പിണറായി വിജയനോട്, ഇവരോടൊക്കെ ഞാൻ സാർ അതെന്തോ ഒരു മനസ്സ്, അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും. ഞാനൊരു രാഷ്ട്രീയക്കാരിയാണെങ്കിലല്ലേ അവരെ കത്തിക്കേണ്ട കാര്യമുള്ളൂ. അത് വലിയ ചേച്ചിയുടെ അഭിപ്രായം പറഞ്ഞു, അതെല്ലാവർക്കും ഇല്ലേ. ഇപ്പൊ ഇവരൊക്കെ പറയുന്ന പോലെയുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ എന്തിനാണ്? ഈ പറഞ്ഞതുപോലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഇൻഡസ്ട്രിയിൽ വളർന്നു വന്ന് ഒരു പേരെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ നേരെ ഈ ആക്രമണം എന്നുള്ളത് ബുദ്ധിയുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന വിവേകമതികളായ ഓരോരുത്തർക്കും അറിയാം. ഗാന്ധിയെ കൊന്നതിന് രണ്ട് അഭിപ്രായമുള്ള നാടാണ് സാറേ ഇത് എന്ന് പറഞ്ഞ ജനഗണമന എന്ന സിനിമ ഇല്ലേ, ആ വാക്കുകളൊക്കെ സംഘികൾക്ക് കൊള്ളുന്നു എന്നുള്ളതാ. എന്തുകൊണ്ട് കൊള്ളുന്നു? നിങ്ങൾ ചെയ്ത ഒരു കാടത്തരത്തിനെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് കറുത്ത ദിനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് സിനിമ ചെയ്യുമ്പോൾ, അതിനെക്കുറിച്ച് എഴുതുമ്പോൾ, നിങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ നിങ്ങൾ തന്നെയാണ് സ്വയം നാറാണക്കല്ലെടുക്കുന്നത്. കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഗുജറാത്ത് കലാപം എന്താണ് എന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കി. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ കുറെ കുരയ്ക്കുന്ന കുറെ എണ്ണമുണ്ട്. അവരും അത് മനസ്സിലാക്കിയപ്പോൾ മിണ്ടാതെ ഇരുന്നു എന്നുള്ളതാണ്. 59 കർസേവകരെ തീവണ്ടിക്കുള്ളിൽ തീയിട്ട് കൊന്നു, അത് ആരാ? മുസ്ലിങ്ങളാണ് എന്ന് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ എല്ലാവരെയും കൊന്നൊടുക്കുക അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് അത് ചെയ്ത ആൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് 59 പേരെ കൊന്നു നിങ്ങൾ എന്നതുകൊണ്ട് ഞങ്ങൾ 1000 പേരെ കൊല്ലും, അതും ഒന്നും അറിയാത്ത മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ എന്നാ പറയുന്നത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക്, ആ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരു തരത്തിലും നിങ്ങൾക്ക് തടയിടാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ ഈ ഒരു സിനിമയെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഗുജറാത്ത് 2002 എന്നൊരു സിനിമ തന്നെ വന്നെന്നും വരും. അത് ഇന്ത്യയിൽ വരുമ്പോഴാണല്ലോ കുഴപ്പം. ഇന്ത്യക്ക് പുറത്ത് അത് ചെയ്ത് അത് എല്ലാ ഇടങ്ങളിലും എത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വല്ലാത്തൊരവസ്ഥയായി പോവല്ലേ. അങ്ങനെ ഒരുപാട് കറുത്ത ദിനങ്ങൾ സിനിമയാവണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സിനിമയായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണും. പകരം ഒരു എഴുത്താണെങ്കിൽ, ഒരു പുസ്തകമാണെങ്കിൽ എല്ലാവരും അത് കാണില്ല. അതൊരു വലിയ പ്രശ്നമാണ്. എല്ലാവരും വായനാശീലമൊന്നുമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ശ്രീജിത്തേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുള്ള മറുപടി കൊടുക്കട്ടെ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ മലയാള സിനിമാ മേഖലയിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഒരു എത്തിക്സിൻ്റെ പേരിലുള്ള പൂർണ്ണമായി കഥ പറഞ്ഞു കൊടുക്കാതെ ഒരാളിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു. അതും 45 വർഷമൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട നടനെ ആ രീതിയിലത്തേക്ക് അഭിനയിപ്പിച്ചു. നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബിഗ് ബജറ്റ് സിനിമകൾക്ക് പണം മുടക്കിയിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലനെ പോലെ ഒരു നിർമ്മാതാവിനെ കബളിപ്പിച്ച് ഒരു സിനിമയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആ ഒരു കാര്യത്തെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതും വലിയ ആരോപണം തന്നെയാണ്. അതൊരു മണ്ടത്തരമാണ്. നിങ്ങൾ എന്തായാലും ന്യൂസ് ചാനലൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന ആളല്ലേ. നിങ്ങൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷൻ സമയങ്ങളിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ പോയത്? പൃഥ്വിരാജ് പറഞ്ഞ ഈ വാക്കുകൾ എന്തുകൊണ്ട് കേട്ടില്ല? ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ബിൽഡപ്പ് ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാറിനോടും. ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട്, അതൊന്ന് പ്രിപ്പയർഡ് ആകണം, അത് നിങ്ങളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. ടെക്നീഷ്യൻസിന് പുറമെ, ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീളം, എന്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ്. ഒരു 6 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത്. ആ ഒരു 6 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നറേഷൻ കേട്ട 2 വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാറുമാണ്. അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത്. കേട്ടില്ലേ? കൃത്യമായി കഥ പൂർണ്ണമായിട്ടും പറഞ്ഞ് അത് കേട്ട് അത് മനസ്സിലാക്കി
സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ കൃത്യമായിട്ട് എല്ലാ സീനുകളും കണ്ടതുമാണ് ലാലേട്ടൻ. അപ്പൊ പിന്നെ എന്റെ പൊന്നു ശ്രീജിത്തേട്ടാ, നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത കഥ പറയുന്നത്? ഇനി നമുക്ക് മേജറേട്ടനുള്ള ഒരു കഥയുണ്ട്, അതും കൂടി കേൾക്കാം. ഞാനും ബി ജെ പിക്കാരനാണ്, ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റാണ് ഇതുവരെയ്ക്ക്. ഇനി അടുത്ത സെഷനിൽ എന്താവുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡിഡ്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് 6 മണിക്ക് ശേഷം 26ഓളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല അത്. അത് ഞാൻ ഇപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഈ വിദ്വാനം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പേരൻപ് എന്ന സിനിമയിലെ ഹാഫ് ടൈം വരെ, അതായത് ഇന്റർവെല്ല് വരെ സിനിമയിൽ മമ്മൂട്ടി അടിപൊളിയായിരുന്നത്രേ. ഇന്റർവെല്ലിന് ശേഷം വലിച്ചലായിരുന്നു. അതുകൊണ്ടാണത്രേ മമ്മൂട്ടിയെ ആ ഒരു സിനിമയിൽ നാഷണൽ അവാർഡിനെ പരിഗണിക്കാതിരുന്നത് എന്നുള്ളത്. എപ്പടി ഇருக்கு? ആ പറഞ്ഞ മനുഷ്യനാണ് പറഞ്ഞത് എമ്പുരാൻ എന്ന സിനിമ ക്ലാസിക് ആണ്, ലൂസിഫറിനേക്കാൾ അടിപൊളിയാണെന്ന്. എന്റെ റിവ്യൂ അടക്കം ലൂസിഫറിന്റെ 7 അകലത്തേക്ക് പോലും എമ്പുരാന് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എമ്പുരാൻ ഒരു മേക്കിങ്ങിൽ അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട് ഇവര്. എന്തൊക്കെയായാലും എനിക്ക് ആ സിനിമ ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിൽ പ്രതിപാദിച്ച വിഷയം അത് ഇങ്ങനെ ചർച്ചയാവുമ്പോൾ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇനി ലാലേട്ടൻ എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇവര് തോന്നിയ പോലെ ഇട്ടതാണെന്നല്ലേ പറഞ്ഞത്? കേട്ടോളി. ലൈക്ക് പൃഥ്വി സൈഡ്, വി ഹാഡ് ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്. ഇനി എൻ്റെ മോനെ മേജർ രവിയെ മുണ്ടാണ്ട ഒരു മൂലക്കരിക്കിട്ട. ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ? ഇയാള് പറഞ്ഞൊരു ഡയലോഗ് കൂടിയും കേട്ടോ. അടിപൊളി. നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ സാധനം അതിനകത്ത് എന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത്. ഓക്കെ, കൂടുതലായിട്ടൊന്നും കേൾക്കണ്ട. അടിപൊളി എന്നുള്ള വാക്ക് മാത്രം മതിയല്ലോ അല്ലേ? അടിപൊളി. ഇയാളാണ് ഇപ്പൊ മോഹൻലാലിനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ മാപ്പ് പറയിപ്പിച്ചത്. എന്തിന്റെ കേടാണോ നിങ്ങൾക്കൊക്കെ? എന്തിന്റെ കാര്യമാണ് നിങ്ങൾക്ക് ഉള്ളത്? മോഹൻലാൽ പിന്നെ മാപ്പ് പറയാതിരിക്കൂല. വരും കാലങ്ങളിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു മാപ്പ് വേണ്ടി വരും എന്നുള്ളതാണ്. ഈ മാപ്പ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ വില കണ്ടു കളഞ്ഞല്ലോ എൻ്റെ പൊന്നു മോനെ. പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് 1 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. ഇതിനു മുന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ, ഗോത്ര ഇഷ്യൂ, മറ്റേ ഇഷ്യൂ, ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല. ഓരോ സീനും അദ്ദേഹം കണ്ടു, പടം മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞു എൻ്റെ മേജറേട്ട. ഇനി രവിയെ മുണ്ടാണ്ടൊരു മൂലക്കിരിക്കി. എന്തായാലും സിനിമയുടെ തിരക്കഥാകൃത്ത് ഒന്നും മിണ്ടുന്നില്ല. ഒരു പഴയ ക്ലിപ്പാണ്, ഒന്ന് കേൾക്കാം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണെന്ന് പറയുമ്പോഴും നമ്മൾ സ്വാതന്ത്ര്യേതര ഇന്ത്യയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് ശരിക്കും ഡിക്റ്ററ്റോറിയൽ കൺട്രീസിലുള്ള പോലെയുള്ള സെൻസർഷിപ്പാണ്. ആൻഡ് സെൻസർഷിപ്പിന്റെ റൂൾസ് എന്ന് പറയുന്നത് അന്നന്ന് അപ്പോൾ ഭരിക്കുന്ന ഭരണ പാർട്ടികളുടെ ഒരു ആമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു കാര്യം തന്നെ. ആർട്ടിനെ റിഫ്ലക്ട് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ ആർട്ട് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പോൾ സിനിമാക്കാർക്ക് ശരിക്ക് ഇപ്പോഴും അവർ ജീവിക്കുന്നത് എമർജൻസി പീരിയഡിലാണ്. ഭരണകൂടമാണ് സിനിമയെ തച്ചുടയ്ക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല, നിഷേധിക്കപ്പെടുന്നു. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എല്ലാ സിനിമകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഇയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഒരു BJP പ്രവർത്തകനായിരുന്നു. പ്രവർത്തകനല്ല, BJP അനുഭാവിയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ BJP കാരനാണ്. ഇയാൾ RSSലെ ശാഖയിലൊക്കെ പോയൊരു മനുഷ്യനാണ്. പക്ഷെ അയാള് അതും വിട്ടു, ഫാസിസം വിട്ടു. പിന്നെ ഇപ്പൊ നമ്മൾ സംശയിക്കേണ്ടത് അദ്ദേഹം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണെങ്കിൽ പോലും ഇന്ന് ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ, അതൊരൊന്നൊന്നര വിഷയമാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യട്ടെ. ഇനിയും ഇവിടെ കറുത്ത ദിനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി തോണ്ടിയെടുത്താൽ പല രാഷ്ട്രീയ പാർട്ടിയും അടുക്കളയിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വരും. സിനിമകൾ വരുമ്പോൾ ചാണകവെള്ളവുമായിട്ട് വരും, എന്നിട്ട് കത്രിക വെക്കാൻ പോവുക എന്നുള്ളതാണ്. ഈ സെൻസർ ബോർഡാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. എന്താ ചെയ്യുക? ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ വെറും അടുപ്പിലിട്ട് കത്തിക്കൂ എന്നാണ്
സെൻസർ ബോർഡ് പോലും പറയുന്നത്. ജനാധിപത്യ രാജ്യമാണ് പോലും ഇത് രാജഭരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീണ്ടും വരാം. ഈ ഒരു വിഷയമായിട്ട് ഇനി വരാതിരിക്കട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും വരാം. അതുവരെയൊക്കെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.